ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. തിരുവനന്തപുരം സിറ്റി കൺട്രോൾ റൂമിൽ സംഘാംഗമായ SP മെറിൻ ജോസഫിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത്. എന്നാൽ ബലാത്സംഗ കേസിൽ നിന്ന് വിശദമായ ചോദ്യം ചെയ്യൽ നടന്നിട്ടില്ല എന്ന് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. ചില രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും സിദ്ദിഖ് ഹാജരാക്കിയില്ല. ഈ മാസം 12-ന് വീണ്ടും ഹാജരാകണമെന്നാണ് സിദ്ദിഖിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനിടെ ബലാത്സംഗ കേസിൽ ജയസൂര്യയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നും സൂചനയുണ്ട്. വി വിനോദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. വിനോദ്, ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം സിദ്ദിഖ് അന്വേഷണ സംഘത്തിന്റെ മുൻപാകെ ഉണ്ടായിരുന്നു. ഒരു വിശദമായ ചോദ്യം ചെയ്യൽ നടന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ വിനോദ്? ടോം, ഇന്ന് പ്രാഥമികമായ ചോദ്യം ചെയ്യലാണ് നടന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ സിദ്ദിഖ് എത്തുന്നത്. രാവിലെ 10 മണിയോടെ തിരുവനന്തപുരം സിറ്റി കമ്മീഷൻ പോലീസ് ഓഫീസിലേക്കാണ് ആദ്യം സിദ്ദിഖ് എത്തിയത്. അവിടെയാണ് നർക്കോട്ടിക് എസിയുടെ ഓഫീസും പ്രവർത്തിക്കുന്നത്. അദ്ദേഹമാണ് ഇതിലെ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ. അവിടെ നിന്ന് കൺട്രോൾ റൂമിലേക്ക് വരാൻ സിദ്ദിഖിന് നിർദ്ദേശം നൽകുകയായിരുന്നു. ഏതാണ്ട് 10 മിനിറ്റ് മാത്രമാണ് കമ്മീഷണർ ഓഫീസിലുണ്ടായിരുന്നത്. അതിനുശേഷം കന്റോൺമെന്റ് സ്റ്റേഷനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സിറ്റി കൺട്രോൾ റൂമിലേക്ക് വന്നു. അവിടെയാണ് ചോദ്യം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഏതാണ്ട് 2.5 മണിക്കൂറാണ് ചോദ്യം ചെയ്യൽ നീണ്ടത്. നേരത്തെ തന്നെ എഴുതി തയ്യാറാക്കിയ തരത്തിലുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു വിശദമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത്. സിദ്ദിഖ് നേരത്തെ ഉള്ളതുപോലെ തന്നെ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചു. 2016-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മാസ്കോട്ട് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയെന്നും അവിടെ ആദ്യം ക്രൂരമായി മർദ്ദിച്ചുവെന്നും പിന്നീട് ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നുമാണ് ഈ യുവനടി പരാതി നൽകിയിട്ടുള്ളത്. 2016-ൽ നടന്ന സംഭവത്തെക്കുറിച്ച് 2019-ൽ വെളിപ്പെടുത്തലുണ്ടാകുന്നു. ഏതാണ്ട് 3 തവണ സോഷ്യൽ മീഡിയകളിലൂടെ ഇത്തരത്തിൽ പല പ്ലാറ്റ്ഫോമുകളിലായി വെളിപ്പെടുത്തലുണ്ടായി. എങ്കിൽ തന്നെയും ഒരു FIR ഈ സംഭവത്തിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിരുന്നില്ല. പോലീസിന് മുന്നിൽ ഒരു പരാതി എത്തിയിരുന്നുമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ ധാരാളം വെളിപ്പെടുത്തലുകൾ ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ 18 കേസുകൾ വിവിധ സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തു. അതിലൊരു കേസാണ് മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത സിദ്ദിഖിനെതിരായ പരാതി. ആ പരാതിയിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് പോകുന്നത്. ഇതിന്റെ ഒരു നിയമപരമായ കാര്യങ്ങൾ നോക്കിയാൽ 22-നാണ് ഇനി സുപ്രീം കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. 22-ന് മുൻപ് ചോദ്യം ചെയ്യണമെന്ന ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ അങ്ങനെ താൻ ചോദ്യം ചെയ്യലിന് എത്തിക്കൊള്ളാം എന്ന സന്നദ്ധത, അത് സിദ്ദിഖ് ഇമെയിൽ സന്ദേശമായി അന്വേഷണ സംഘത്തെ അറിയിക്കുകയായിരുന്നു. അതിന് നിയമപരമായ കാര്യങ്ങൾ അതിലും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. അതായത് ഈ ചോദ്യം ചെയ്യാതിരുന്നാൽ 22-ന് വീണ്ടും കേസ് സുപ്രീം കോടതി പരിഗണിക്കുകയും മുൻകൂർ ജാമ്യം അനുവദിക്കാതിരിക്കുകയും അറസ്റ്റിലേക്ക് പോകുന്നതിന് മറ്റ് തടസ്സമില്ല എന്ന് പറയുകയും ചെയ്താൽ സ്വാഭാവികമായും സിദ്ദിഖ് അറസ്റ്റ് ചെയ്യപ്പെടും. മാത്രമല്ല റിമാൻഡിൽ പോകുന്ന അവസ്ഥയുണ്ടാകും. നേരത്തെ നടൻ ദിലീപ് ഏതാണ്ട് 90 ദിവസത്തോളം റിമാൻഡിൽ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അന്ന് ദിലീപ് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടുള്ള ആളല്ല, ഈ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചു എന്ന കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. പക്ഷേ സിദ്ദിഖിനെ സംബന്ധിച്ച് ആ നിലയ്ക്കല്ല, നേരിട്ട് തന്നെ ഈ ക്രൈമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1-ാം പ്രതി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഈ കേസിലെ ഏറ്റവും കുറ്റകൃത്യത്തിൽ നേരിട്ട് ഇടപെട്ട ആൾ, ആ നിലയ്ക്കാണ് ഇതുവരെയുള്ള നിയമ നടപടികളുടെ ഭാഗം പോകുന്നത്. അതുകൊണ്ട് തന്നെ റിമാൻഡിൽ പോകേണ്ടി വരും. അതിനുശേഷമുള്ള നിയമപ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ ഒഴിവാക്കുന്നതിന് അങ്ങോട്ട് ഒരു മെയിൽ അയച്ച് താൻ ചോദ്യം ചെയ്യുന്നതാണെന്ന് അറിയിക്കുകയായിരുന്നു. സുപ്രീം കോടതി സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപാണ് സിദ്ദിഖിനോട് വീണ്ടും ഹാജരാകാൻ പ്രത്യേക അന്വേഷണ സംഘം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ഈ വരുന്ന 12-ാം തീയതി ശനിയാഴ്ച ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇന്ന് ചില രേഖകൾ ഹാജരാക്കാൻ സിദ്ദിഖിനോട് ആവശ്യപ്പെട്ടിരുന്നല്ലോ. ഈ 12-ാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? അന്നൊരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ വിനോദ്?
മൊഴിയെടുക്കൽ എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിദ്ദിഖിൽ നിന്ന് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായും. കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നതാണ്. സിദ്ദിഖ് ഈ കൃത്യം നടന്ന അല്ലെങ്കിൽ അങ്ങനെ ആരോപിക്കപ്പെടുന്ന ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്നു, മാസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു. അതിനുള്ള തെളിവുകൾ ഇതിനകം തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അവിടെ താമസിച്ചിരുന്നതിന്റെ രജിസ്റ്റർ ഉണ്ട്. ഹോട്ടലിന്റെ രജിസ്റ്റർ നേരത്തെ തന്നെ അത് കസ്റ്റഡിയിലെടുത്തിരുന്നു. അന്ന് ആ പെൺകുട്ടി അവിടെ വന്നതിനും തെളിവുണ്ട്. 4 സാക്ഷിമൊഴികളും ഇതിനകം തന്നെ അങ്ങനെ പെൺകുട്ടി വന്നുപോയി എന്നത് തെളിയിക്കുന്ന തരത്തിലുള്ള സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ശാസ്ത്രീയമായ തെളിവുകൾ കൂടി ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഒരു വെല്ലുവിളി ഉയർത്തുന്ന കാര്യവും അതുതന്നെയാണ്. 2016 നടന്ന സംഭവമാണ്. അതിനെക്കുറിച്ചൊരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് തന്നെ 2019 അങ്ങനെ നടന്നു എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് 2019 അതിനുശേഷം പലപ്പോഴും വെളിപ്പെടുത്തലുകൾ ഉണ്ടായെങ്കിലും ഒരു പരാതി രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ല. പോലീസ് ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു കേസെടുത്തിട്ടില്ല. പരാതിക്കാരി എവിടെയെങ്കിലും രേഖാമൂലം ഒരു പരാതി നൽകിയതുമില്ല. അതുകൊണ്ട് തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെടാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്തുള്ള തെളിവുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ സമാഹരിക്കുക, ശാസ്ത്രീയമായ തെളിവുകളുണ്ട്. അത്തരം വെല്ലുവിളികൾ അന്വേഷണ സംഘം നേരിടുന്നുണ്ട്. അങ്ങനെയുള്ള തെളിവുകൾ ലഭിക്കുന്നതിലെ ബുദ്ധിമുട്ട്, അതിനപ്പുറത്തേക്ക് ഈ സാഹചര്യ തെളിവുകൾ, അതോടൊപ്പം തന്നെ സാക്ഷിമൊഴികൾ, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകാൻ കഴിയും എന്ന ഒരു വിശ്വാസത്തിലാണ്. മാത്രമല്ല ഈ ഒരു ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന പെൺകുട്ടിയുടെ മൊഴി, അതിന്റെ ആധികാരികത അല്ലെങ്കിൽ അവർ നേരത്തെ നടത്തിയ വെളിപ്പെടുത്തലും ഇപ്പോൾ പറയുന്ന കാര്യങ്ങളും അതെല്ലാം ചേർന്നു പോകുന്ന ഒരു സാഹചര്യം, ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ പോകുന്നത്. സിദ്ദിഖിനെ ചോദ്യം ചെയ്തില്ലായിരുന്നുവെങ്കിൽ 2 സാധ്യതകളാണ്. ഒന്ന്, 22 കഴിയുമ്പോൾ അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാം. ഇതുവരെ ചോദ്യം ചെയ്തില്ല, അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം അന്വേഷണ സംഘത്തിന് ഉന്നയിക്കാം. പക്ഷേ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ റിമാൻഡിൽ പോകാനുള്ള സാഹചര്യം പോലും ഒരുങ്ങുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തും. ഇത് മുന്നിൽ കണ്ടാണ് സിദ്ദിഖ് സ്വമേധയാ അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടത് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണം, താൻ വരാൻ സന്നദ്ധനാണ് എന്ന് അറിയിച്ചതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ സിദ്ദിഖിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇനി സിദ്ദിഖിന് കോടതിക്ക് മുമ്പിൽ പറയാൻ കഴിയുന്ന കാര്യം ഇതാണ്: അന്വേഷണവുമായി സഹകരിച്ചു. ഈ അറസ്റ്റ് തടഞ്ഞപ്പോൾ തന്നെ സുപ്രീം കോടതി പറഞ്ഞ പരമപ്രധാനമായ കാര്യം അന്വേഷണത്തോട് സഹകരിക്കണമെന്ന കാര്യമാണ്. അത് സിദ്ദിഖിന് സ്ഥാപിക്കാൻ കഴിയും. താൻ അന്വേഷണത്തോട് സഹകരിച്ചു. തുടർന്നും കസ്റ്റഡിയുടെ ആവശ്യമില്ല, കസ്റ്റഡിയിൽ തന്നെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ല, ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ തനിക്ക് പുറത്തു നിൽക്കാൻ കഴിയുന്ന സാഹചര്യം, അതായത് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്ന സിദ്ദിഖിന്റെ സ്റ്റാൻഡ്, അത് ഒന്നുകൂടി പ്രസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് പ്രതിഭാഗം നടത്തുന്നത്. അതിന് കൃത്യമായി അന്വേഷണ സംഘത്തെ കൂടി ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുന്നു. കാരണം അന്വേഷണ സംഘത്തിന് മേൽ ഒരു സമ്മർദ്ദം ചെലുത്തുക വഴി ചോദ്യം ചെയ്യൽ നടപ്പാകുന്നു. 22-ന് ശേഷം കോടതിയെ അത് ബോധിപ്പിക്കാൻ കഴിയുന്നു. താൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്ന ഒരു കാര്യം കൂടി, അങ്ങനെ ഒരു സ്റ്റാൻഡ് കൂടി എടുക്കാൻ കഴിയും. അന്വേഷണത്തോട് പ്രതി സഹകരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത നടപടികളിലേക്ക് കോടതി പോകില്ല. നൽകിയത് ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ 2.5 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരിക്കുന്നു.